അപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ച് അതിൻ്റെ തിരക്കുകളിലും വാർത്തകളിലും ഒക്കെ ആയിരുന്നു ഇന്ന് മലയാളികളെന്ന് തന്നെ നമുക്ക് പറയാം. അതിൻ്റെ ആ വാർത്തകൾ ആയിരിക്കും പ്രേക്ഷകരും കൂടുതൽ ശ്രദ്ധിച്ചത്. അതിനിടയിൽ കേട്ട വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് മലപ്പുറം കൂറ്റമ്പാറയിൽ നിന്ന് വന്ന വാർത്ത. ഭർതൃമാതാവും മരുമകളെ വെട്ടിക്കൊന്നതിൻ്റെ വാർത്തയാണ്. നമ്മൾ പല കുറ്റകൃത്യങ്ങളും അങ്ങനെയുള്ള വാർത്തകളും ഒക്കെ കേൾക്കുമെങ്കിലും ഭർതൃമാതാവും മരുമകളെ ഇങ്ങനെ വെട്ടിക്കൊന്നു, അതും നിസ്സാര കാര്യമാണ്. അതിന് അങ്ങനെ ഒരു ക്രൈം വാർത്ത കേൾക്കുമ്പോൾ വല്ലാത്ത ഞെട്ടലാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. കുറ്റമ്പാറ സ്വദേശി രജിലയാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. ചായ ചോദിച്ചിട്ട് കിട്ടാത്തതിൻ്റെ ദേഷ്യത്തിൽ അമ്മായിയമ്മ മരുമകളെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നതാണ് ഇതുവരെ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിഞ്ഞത്. സംഭവത്തിൽ ഭർതൃമാതാവ് ശാന്തയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അവർ ഈ കുറ്റം സംബന്ധിച്ചിട്ടുമുണ്ട്. ഇതാണ് സാഹചര്യം. എന്തായാലും വളരെ ഞെട്ടലുണ്ടാക്കിയ ആ വാർത്തയിലേക്കാണ് നമ്മൾ വിശദമായി തന്നെ കടക്കുന്നത്. വെട്ടുകത്തി കൊണ്ടാണ് ശാന്ത ഈ രജിലയെ ആക്രമിച്ചത്. രജിലയുടെ മക്കൾ ഈ കുറ്റകൃത്യം നടക്കുമ്പോൾ ആ വീട്ടിലുണ്ടായിരുന്നു. മക്കൾ അമ്മയെ ഉപദ്രവിക്കുന്നത് തടയാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ അത് സാധിച്ചില്ല. തുടർച്ചയായി വെട്ടുകത്തി കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നതാണ് റിപ്പോർട്ട്. വെള്ളം ചോദിച്ചതിന് പിന്നാലെ ഈ വെട്ടുകൊണ്ട് കിടന്ന രജില വീട്ടിൽ വെച്ച് തന്നെ മരിച്ചു. കുട്ടികളുടെ മുന്നിൽ തന്നെ മരിച്ചു എന്നതാണ് വരുന്ന വിവരം. കുട്ടികളുടെ കരച്ചിൽ കേട്ടെത്തിയ നാട്ടുകാരാണ് രജിലയെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. പക്ഷേ വീട്ടിൽ വെച്ച് തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നതാണ് പിന്നീട് മനസ്സിലായത്. കഴുത്തിനേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണമെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പോൾ കൊല്ലണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ അത്രയും വൈരാഗ്യത്തിൽ സംഭവിച്ച ആക്രമണമാണ്. കഴുത്തിനാണ് വെട്ടേറ്റത്. വിറക് വെട്ടാൻ ഉപയോഗിക്കുന്ന കത്തി കൊണ്ടാണ് രജിലയെ ഈ ഭർതൃമാതാവായ ശാന്ത വെട്ടിയത്. സംഭവ സമയത്ത് രജിലയുടെ ഭർത്താവ് പുറത്തു പോയിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ ചായ ചോദിക്കുന്നതും ചായ കിട്ടാത്തതിൻ്റെ പ്രകോപനത്തിൽ ഈ ആക്രമണം നടക്കുന്നതും. ചായ കിട്ടാത്തതിലുള്ള പ്രകോപനമാണ് കൊലപാതകത്തിൻ്റെ കാരണമെന്ന് പിന്നീട് ശാന്ത തന്നെ പോലീസിനോട് പറയുകയും ചെയ്തു. എങ്കിൽ പോലും ഇത് പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യൽ തുടർന്നു വരികയാണ്. രജിലയുടെ മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകാൻ. നോക്കൂ, ഒരു ചായ കിട്ടിയില്ല എന്ന പ്രകോപനത്തിൽ കുട്ടികൾക്ക് മുമ്പിലിട്ട് ഭർതൃമാതാവ് മരുമകളെ ആക്രമിച്ചു കൊന്നു, വെട്ടിക്കൊലപ്പെടുത്തിയെന്ന വാർത്തയാണ്. നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് തോന്നിപ്പോകും. എന്തായാലും കുറ്റകൃത്യങ്ങൾ അത് കുറ്റകൃത്യങ്ങളായി തന്നെ കാണണം. ഇനി ഏതെങ്കിലും തരത്തിലുള്ള മാനസിക അസ്വാസ്ഥ്യമുള്ള വ്യക്തിയാണോ ഇവർ എന്നത് അറിയില്ല. അത്തരം സൂചനകളൊന്നും എന്തായാലും ഇപ്പോൾ പരിസരവാസികളോ വീട്ടുകാരോ ഒന്നും ബന്ധുക്കളോ ഒന്നും നൽകുന്നില്ല. എന്തായാലും പോലീസ് വിശദമായി തന്നെ ഇക്കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. മറ്റെന്തെങ്കിലും പ്രകോപനം ഉണ്ടോ, ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ശാരീരിക പ്രശ്നങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടോ എന്നത് വിശദമായി പരിശോധിക്കുകയാണ്. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.